ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ സഭ നമുക്ക് വേണ്ടി നൽകുന്ന 3 കാര്യങ്ങളാണ്: പ്രാർത്ഥനയും, ഉപവാസവും, ദാനധർമ്മവും. ഈ 3 കാര്യങ്ങളെ വചനത്തിലൂടെ നമ്മളെ തിരുസഭ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗം ആരംഭിക്കുന്നത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന തിരുവചനത്തോടു കൂടിയാണ്. കർത്താവേ കർത്താവേ എന്നുള്ള നിലവിളി അത് പ്രാർത്ഥനയുടെ ശബ്ദമായി പലപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രാർത്ഥന എന്താണ് എന്ന് ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വെറും പ്രകടനപരത മാത്രമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ പ്രാർത്ഥന എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടം എന്ന് നമ്മൾ സുവിശേഷങ്ങളുടെ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. വീണ്ടും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യോഹന്നാൻ സുവിശേഷം തന്നെ 9-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നമുക്കറിയാം, എന്നാൽ അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരമരുളുമെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഉത്തരം കേൾക്കാതെ പോകുന്നതിൻ്റെ കാരണം അത് നമ്മൾ പാപികളായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരാഗ്രഹം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ നമ്മൾ ചേർത്ത് വയ്ക്കാത്തത് കൊണ്ടുകൂടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നമുക്ക് കഴിയണം. ഇനി എന്താണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകട്ടെ. അത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് അവിടുത്തെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചുറ്റുമുള്ള അവിടുന്ന് ഏൽപ്പിച്ച, പിതാവായ ദൈവം ഭരമേൽപ്പിച്ച ഒരാൾ പോലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുന്നിടത്താണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതെന്നുള്ളതാണ്. നിൻ്റെ ചുറ്റുമുള്ളവരെ ഒന്നും നഷ്ടപ്പെടുത്താതെ നമ്മുടെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥപരമാകുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കണ്ണെത്താൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഉത്തരം കേൾക്കാതെ പോകാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവില്ല നമ്മൾ പരിതപിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കരങ്ങളെ ഉയർത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം കേൾക്കാൻ കൂടെയുള്ളവരെ, കൂടെപ്പിറപ്പുകളെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താൻ, അവരെ ദൈവത്തിലേക്ക് ആനയിക്കാൻ, ഒരാൾ പോലും നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് അവരെയൊക്കെ സ്വന്തമാക്കി നൽകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വളരുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ഉത്തരം കേൾക്കപ്പെടുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശോ നമുക്ക് നൽകുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ, ഗെത്സമനയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടെ പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുക ഈശോ കാൽവരിയിലെ ബലിയർപ്പിക്കപ്പെടണമെന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം ഈശോയുടെ ബലി കാൽവരിയിൽ പൂർത്തിയാകണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ദൈവത്തിൻ്റെ അതേ ഇഷ്ടം ഇന്ന് നിറവേറ്റപ്പെടണം. അത് കാൽവരിയിലെ ബലിയുടെ തനിയാവർത്തനമായ പരിശുദ്ധ കുർബാന ഇന്നും തീഷ്ണതയോടെ അർപ്പിക്കപ്പെടണമെന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മുകളിൽ പരിശുദ്ധ കുർബാനയെ കാണാൻ, പരിശുദ്ധ കുർബാനയെ ചേർത്ത് വയ്ക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കുകയും പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ടുചെന്നെത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ആത്മീയത വളരുമ്പോൾ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളായിട്ട് മാറുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗത്തിലൂടെയാണ് നമ്മൾ ആരംഭിക്കുക. വീണ്ടും വചനം തുടർന്ന് വായിക്കുമ്പോൾ പറയുകയാണ്, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും. പ്രിയപ്പെട്ടവരെ, ഇത് ദാനധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. നമ്മുടെ പ്രവൃത്തികൾ അത് വെറും പ്രകടനപരതയായി മാത്രം അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികളൊക്കെ
അത് വെറും പ്രകടനപരതയായും അവശേഷിക്കാതെ അതിൽ ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന പ്രവർത്തനങ്ങളായിട്ട് മാറാൻ നാം എന്ത് ചെയ്യണം? അതിന് നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം അത് അനീതിയില്ലാത്ത ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ലാളിത്യവും ഒക്കെ ചേർത്ത് വയ്ക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് തീരുമ്പോഴാണ് നമ്മുടെ ദാനധർമ്മവും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദാനധർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മാറുക. അതുകൊണ്ട് ഇപ്രകാരം ഈ നോമ്പുകാലത്ത് നമ്മുടെ ദാനധർമ്മങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ നീതി നിർവഹിക്കുന്നവരായി, കരുണയുള്ളവരായി, അനുകമ്പയുള്ളവരായി, വാത്സല്യവും സ്നേഹവും ഉള്ളവരായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും വചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന 2 ഉപമകൾ ഈശോ അവതരിപ്പിക്കുകയാണ്. അത് പാറമേൽ ഭവനം പണിത മനുഷ്യനെ പറ്റിയും പൂഴിമണലിന്മേൽ ഭവനം പണിത മനുഷ്യനെ പറ്റിയുള്ള 2 ഉപമകളാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ മൂന്നാമതായിട്ട് സഭ നമ്മളോട് പറയുക ഇത് ഉപവാസത്തെ പറ്റിയാണ്. അത് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗമാണ്, ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ത്യാഗമാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസവും നമ്മൾ എടുക്കുന്ന നോമ്പും നമ്മൾ വർജിക്കുന്ന മാംസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ നമുക്ക് കരുത്ത് പകരണമെങ്കിൽ അത് എത്രമാത്രം സുവിശേഷത്തിൽ അടിയുറച്ചതായിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് പാറമേൽ ഭവനം പണിത മനുഷ്യൻ. എൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്ന പൂഴിമേൽ ഭവനം പണിത മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപവാസവും നമ്മുടെ നോമ്പാചരണങ്ങളും ഒക്കെ അർത്ഥവത്താകുന്നത് ഈശോയുടെ സുവിശേഷം ജീവിച്ചുകൊണ്ട് നമ്മൾ അപ്രകാരം ചെയ്യുമ്പോഴാണ്. നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെച്ചത് കൊണ്ട് മാത്രമായില്ല, അതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സൽകൃത്യങ്ങളെ സുവിശേഷ മൂല്യങ്ങളാക്കി പരിവർത്തിതപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശോ നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇപ്രകാരം ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമ്മുടെ ആത്മീയതയെ കരുപ്പിടിപ്പിക്കാൻ ഈശോ നമ്മളോട് നൽകുന്ന, സഭ നമുക്ക് നൽകുന്ന ഈ 3 കാര്യങ്ങൾ, പ്രാർത്ഥനയും ദാനധർമ്മവും ഉപവാസവും, അത് 3ഉം അർത്ഥപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ, പ്രായോഗിക തലത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതിപ്രകാരം ഈ വചനങ്ങളിലൂടെ നമ്മൾ കണ്ടതുപോലെ ആത്മീയ ചൈതന്യത്തിൽ സുവിശേഷ മൂല്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അവസാനമായി ഈ വചനത്തിൻ്റെ കാതലെന്ന് പറയുക യഥാർത്ഥ ശിഷ്യൻ ആരെന്നുള്ളതാണ്, യഥാർത്ഥ ശിഷ്യത്വം ആർക്കാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായി ഈശോ നമ്മളോട് പറയുകയാണ്, നമ്മളൊക്കെ ഒറിജിനലാകണം, യഥാർത്ഥ മനുഷ്യരാകണം, യഥാർത്ഥ ഭാര്യയാകണം, യഥാർത്ഥ ഭർത്താവാകണം, യഥാർത്ഥ മകനും മകളും ഒക്കെ ആകണം. എങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ഈശോ ശിഷ്യനായിട്ട് മാറുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ ഈ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് യഥാർത്ഥ ശിഷ്യനാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്കൊക്കെ യഥാർത്ഥ മകനും യഥാർത്ഥ മകളും യഥാർത്ഥ അപ്പനും അമ്മയും യഥാർത്ഥ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് നമുക്ക് മാറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.